ഇന്ന് ഞാനൊരു തീർത്ഥയാത്ര പോവുകയാണ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലുള്ള മുരുകൻ്റെ ആറുപട വീടുകളിലെ രണ്ടാമതായിട്ടുള്ള തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. പൊതുവെ മുരുകക്ഷേത്രങ്ങളെല്ലാം മലയുടെ മുകളിലൊക്കെയാണ്. പക്ഷേ തിരുച്ചെന്തൂരിൻ്റെ പ്രത്യേകത, തിരുച്ചെന്തൂർ സാഗരത്തിനോട് ചേർന്നാണ്, ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പോയത് ഒരു അവധി ദിവസമായിരുന്നു. സാമാന്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഫംഗ്ഷനും ഉത്സവ സീസണൊക്കെ ആണെങ്കിൽ വെയിറ്റിംഗ് ടൈമും തിരക്കുമൊക്കെ ഒരുപാട് അധികമാകും. പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ ഹാളിൽ തിരിച്ചിട്ടാണ്, 4 ഹാളുകളുണ്ട്. ഈ ഹാള് തിരിച്ചിട്ടാണ് ആൾക്കാരെ കടത്തി വിടുന്നത്. ഈ ഹാളുകളിലെല്ലാം TV, വാഷ്റൂം പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ 4 ഹാളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നീണ്ട ഇടനാഴിയാണ്. അതിനുശേഷം അമ്പലത്തിൻ്റെ സൈഡിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെയും ക്യൂ നിന്നാണ് നമ്മൾ അകത്ത് കയറുന്നത്. അമ്പലത്തിൻ്റെ അകത്ത് ക്യാമറയോ മൊബൈലോ ഒന്നും അലൗഡ് അല്ല. അങ്ങനെ ഞാൻ ദർശനമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇവിടുത്തെ ഫ്രീ ആയി കിട്ടുന്ന പ്രസാദമാണ്. ഇവിടെ വരുന്ന ഭക്തർക്ക് സൗജന്യമായിട്ട് അന്നദാനമുണ്ട്. തിരക്ക് കൂടുമ്പോൾ അതിനനുസരിച്ച് ഒരുപാട് വെയിറ്റിംഗ് ടൈമൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കാനും ഫുഡ് കിട്ടാനും ആ ഒരു ഹാളിലേക്ക് കയറാനും ഒക്കെ. ഇവിടെ വരുന്ന ഭക്തർ ഒരു നേർച്ച പോലെ ഭിക്ഷ യാചിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു. ഇനി നമ്മൾ ബീച്ച് കാണാനാണ് പോകുന്നത്. സമയം 3 മണി കഴിഞ്ഞു. ബീച്ചിലും ഒരുപാട് ആൾക്കാർ, വന്ന ഭക്തരെല്ലാം കാല് നനയ്ക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കടലിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഹോളി സീ എന്നാണ് പറയുന്നത്. ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്ന് തിരയൊക്കെ എണ്ണി കാലൊക്കെ ഒന്ന് നനച്ച്, കടൽ എവിടെ കണ്ടാലും നമുക്ക് കാലൊക്കെ ഒന്ന് നനയ്ക്കണമെന്നൊക്കെ ഒരു മോഹം വരുമല്ലോ. അങ്ങനെ അതെല്ലാം ചെയ്തു. ഇവിടെ കുളിക്കാനൊന്നും നിന്നില്ല. ഞാൻ ഇവിടുന്ന് അടുത്ത് മധുരയ്ക്കാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹോളി സീ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ അവർ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട്, നിങ്ങളിവിടെ വേസ്റ്റ് പോലുള്ള സംഭവങ്ങളൊന്നും ഇടരുത്, ഇവിടെ വൃത്തികേടാക്കരുതെന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അമ്പലത്തിൽ വളരെ പെട്ടെന്ന് ദർശനം നടത്തണം, സാമാന്യം തിരക്ക് കുറഞ്ഞ രീതിയിൽ ദർശനം നടത്തണമെങ്കിൽ 100 രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നാഴിക്കിണറാണ്. നാഴിക്കിണറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ഭാഗത്ത് ശുദ്ധജലം വളരെ കിട്ടാക്കനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വളരെ ശുദ്ധമായിട്ടുള്ള ഔഷധ ഗുണമുള്ള ജലം ലഭിക്കുന്ന ഒരു കിണറാണ് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ള നാഴിക്കിണർ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്നവർ ഇവിടെയും വന്ന് കുറച്ച് വെള്ളം കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സ്വന്തം വാഹനത്തിലാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം.